പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പരിഗണിക്കാതെ സ്കൂൾ മാനേജ്മെന്റ്. അധികൃതർ അധ്യാപികയോട് വിശദീകരണം തേടി. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് നിയമോപദേശം തേടും. അധ്യാപികയുടെ വിശദീകരണം കേട്ട ശേഷം മാത്രമാകും പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം സസ്പെൻഷനിൽ മാത്രം ഒതുക്കില്ല, സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം ഇത്തരക്കാരെ എന്ന പരാമർശമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഈ സസ്പെൻഷൻ നടപടി പോലും ഇപ്പോൾ ഇഴഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നതല്ലേ? തീർച്ചയായും ലക്ഷ്മി, വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനം ഉണ്ടാകുന്നുണ്ട്. കടുത്ത തീരുമാനത്തിലേക്ക് കടക്കണമെന്നടക്കം പറയുമ്പോഴും സ്കൂൾ മാനേജ്മെൻറ്റ് അത്ര കണ്ട് വേഗത ഇതിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര കണ്ട് താല്പര്യം ഈ പ്രധാനാധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വിശദീകരണം പെട്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ചാടിക്കയറിയ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും കടക്കില്ല. അതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ മാനേജ്മെൻറ്റ് യോഗത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രധാനാധ്യാപികയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിശദീകരണം തേടിയിട്ടുള്ളത്. ആ വിശദീകരണം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാകും നടപടികളിലേക്ക് കടക്കുക. കാരണം പ്രധാനാധ്യാപികയുടെ ഭാഗത്തു നിന്നുമുള്ള എന്താണ് അവർക്ക് പറയേണ്ടതെന്ന കാര്യം അറിയണമല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാകും നടപടികളിലേക്ക് കടക്കുക എന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനാധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചതായി കരുതുന്നില്ല എന്നും സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നു. DE ഓഫീസിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശമുള്ള സ്ഥിതിക്ക് നടപടികൾ എടുക്കാതിരിക്കാനാവില്ല. എങ്കിലും അത്തരത്തിൽ നടപടിയെടുക്കുമ്പോൾ അതിൽ അധ്യാപികയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമാകും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക എന്നും സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള നിയമോപദേശം അടക്കം മനസ്സിലാക്കി, അല്ലെങ്കിൽ നിയമോപദേശം അടക്കം തേടാനും സ്കൂൾ മാനേജ്മെൻറ്റ് എന്തായാലും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു നടപടികളിലേക്ക് വളരെ വേഗം കടക്കും എന്ന് പറയാൻ കഴിയില്ല എന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നു. വിശദീകരണം അടക്കം തേടി എന്താണ് ഈ വിഷയത്തിൽ അധ്യാപികയ്ക്ക് പറയാനുള്ളത്, അവരുടെ വാദങ്ങൾ എന്താണെന്നടക്കം മനസ്സിലാക്കിയ ശേഷം മാത്രമാകും നടപടിയെടുക്കുക എന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലവിലെ തീരുമാനം. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു. സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട കാര്യമാണ് എന്നടക്കം പറയുമ്പോഴും സ്കൂൾ മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ പ്രധാനാധ്യാപികയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്ന നിലപാടാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി.